ഹലോ, ഇപ്പോൾ കേൾക്കുന്നില്ലേ? അപ്പോൾ മറ്റുള്ള കോളേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ കോളേജിൽ നിന്ന് വിളിക്കാറില്ല, അതിന് അക്കാഡമി എന്നാണ് വിളിക്കുന്നത്. പേരിൽ വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ടെക്നോളജി. ഞാൻ മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് കണ്ടതാണ് ഈ സൈറ്റ്. ഇപ്പോൾ ഈ ഇപ്പോഴാണ് ഞാൻ അതിന് ശേഷം നോക്കുന്നത്. അപ്പോൾ ഈ സാറിനെനിക്ക് അറിയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, വിദ്യ കോളേജിന് പ്രത്യേകമായി ചില കാര്യങ്ങളുണ്ട്. അന്ന് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം തന്നെയാണ്. സൈറ്റ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും കണ്ടില്ലേ. ഇതിൻ്റെ ഇവിടെ ഒരു മാർജിൻ കൊടുത്തത് ശരിയാവില്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ ഇതിൽ വന്നിട്ടില്ലേ, ക്രോമാണോ? ക്രോമല്ല എൻ്റെ ഉണ്ട്. ഇവിടെ കണ്ട അത് കട്ട് ചെയ്ത് പോയി കുറച്ച് ഭാഗം. അതെന്താണോ അവൻ സംഭവിച്ചത്? ഫുൾ സ്ക്രീനിലിട്ടാൽ ശരിയാവുമോ? ഫുൾ സ്ക്രീനിലിട്ടാൽ ശരിയാവില്ല. അതെന്താണോ സംഭവിച്ചത്? അതൊരു ക്രോപ്പിംഗ് എഫക്റ്റ് എന്ന് തോന്നുന്നുണ്ട് ഇവിടെ. പിന്നെ ഒരു തീം ഫോളോ ചെയ്യാറുണ്ട്, അതാണ് മെയിൻ കാര്യം. തീം ബർഗണ്ടി തീം. ഈ ഒരു റെഡ് ഇല്ലേ, ഈ ഒരു കളറ് മിക്കവാറും കൺസിസ്റ്റൻസ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു യെല്ലോ ആൻഡ് ഈ ബ്രൗൺ കളർ, ഈ സംഭവം തീം ആണ് കൂടുതലും എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഹെഡിങ് എന്തുണ്ടെങ്കിലും ഈ ഒരു കളർ എപ്പോഴും വരുന്നത് കാണാം. പിന്നെ അന്നേ വിദ്യയിൽ ഈ പറയുന്ന ബ്ലോഗ് പോലെ, അതായത് ഓരോ ഇവൻറ്റ്സ് അന്നേ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അന്നത്തെ പോലെ തന്നെയാണ്, വലിയ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല. ക്വിക്ക് ലിങ്ക്സ് കൊണ്ട് അടിയിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ തന്നെ വരാറ്, ഈ ഒരു ഇമേജസ് മാറി മാറി. പക്ഷെ അന്നത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഞാൻ അഭിപ്രായം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ഇമേജ് അല്ല, ഇവിടെ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ വന്നിരുന്നത്. കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടി, സെക്കൻഡ് കിട്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് അന്നത് അത്ര വലിയ സംഭവമായി തോന്നിയിരുന്നില്ല, നമ്മളറിവില്ലായ്മ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നതില്ലേ. പക്ഷെ അതൊരു മെയിൻ കാര്യമാണ്. പിന്നീട് അത് അന്ന് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളൂ. കാരണം കുട്ടികൾക്ക് എന്ത് നേട്ടം കിട്ടി എന്നാണല്ലോ എല്ലാവരും നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ കോളേജിലേക്ക് അയക്കുന്നത്. അവർക്ക് എന്ത് കിട്ടി, മാതാപിതാക്കൾ അവരെ അയക്കുന്നത് അവർക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഭാവിയിൽ. അപ്പോൾ കുട്ടികൾക്ക് കിട്ടിയ കഴിവുകൾ ഇവിടെ വരില്ല തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ഫോട്ടോ അത് പൊതുവെ എല്ലാ രീതിയിലും അങ്ങനെ തന്നെ വേണ്ട. ഇങ്ങനെ അവിടെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരും. അതിൽ മെയിൻലി കുട്ടികൾക്ക് കിട്ടിയ നേട്ടങ്ങളായിരിക്കും ഉണ്ടാവും. ഞാനന്നത് വേറെ എന്തോ ഒരു സെൻസിലാണ് അത് അവിടെ എന്തോ ഒരു അതിനെ പറ്റി എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ചെറുതായിട്ട് അന്നുണ്ടായിരുന്നു, കുറച്ച് നേരത്തേക്ക്. അന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്ന മെയിൻ കാര്യങ്ങൾ സിലബസിനോ അല്ലെങ്കിൽ എന്താ പറയുക നോട്ട്സിനോ സ്റ്റഡി മെറ്റീരിയൽസോ അങ്ങനെ എന്തോ വേറൊരു സാധനം ഇവിടെ വരുന്നതായിരുന്നു കൂടുതൽ നല്ലതായിട്ട് എനിക്ക് അന്ന് തോന്നിയിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ മെക്കാനിക്കലൂടെ ഉണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് ടൂർ എന്നുള്ളൊരു സംഭവമുണ്ട് ഇവിടെ, യൂട്യൂബ്. ഇവിടെ ഇങ്ങനെ സ്റ്റാഫ് ഏരിയ, സ്റ്റുഡൻസ് ഏരിയ, യൂട്യൂബേഴ്സ് ലിസ്റ്റൊക്കെയും കിട്ടും. ഇൻ്റർകോം നമ്പേഴ്സ് വേണമെങ്കിൽ കിട്ടും. പിന്നെ വീഡിയോസ്, ഫോട്ടോസ്. ഇതൊരു വേറെ രീതിയിൽ തോന്നുന്നില്ലേ? ഇത് വേറെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ സ്പേസ് കുറവാണ് കാര്യങ്ങൾക്കിടയിൽ. എല്ലാം കുറേ കാര്യങ്ങളുണ്ട്. പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് ഈ സൈറ്റിൽ. ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ സൈഡിലേക്ക് അഡ്മിഷൻ വരില്ല. പക്ഷെ ഞാൻ നോക്കുന്നത് ഇപ്പോൾ നോക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പൊതുവെ ഇല്ലാത്തൊരു സാധനം ഞാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇല്ലയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് അത് തന്നെ നോക്കാം. അത് ഫസ്റ്റല്ല, അത് ഉണ്ടാവില്ല, അതിന് സമയമില്ലല്ലോ ആർക്കും. അത് ഞാൻ പറയാം. എന്താണ് സ്റ്റഡി മെറ്റീരിയൽസ്? അതിപ്പോൾ റിസോഴ്സിൽ പോയി കഴിഞ്ഞാൽ കിട്ടാൻ വഴിയുണ്ടോ? ഇല്ല, കിട്ടാൻ വഴിയില്ല. സെൻട്രൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് കാണിക്കുന്നില്ലാണ്ട് അതിനുള്ളിൽ ലോഗിൻ ചെയ്യാനൊന്നും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ജ്യോതി കോളേജ് അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതുരുത്തി ജ്യോതി കോളേജിൽ പബ്ലിക് ലൈബ്രറി ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. പുറത്തുള്ളവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ കാണാൻ വഴിയില്ല. ഇതിലിപ്പോൾ സമയം കുറേ പോകും, ഇങ്ങനെ എടുക്കേണ്ടത്. ലോഗിൻ പാസ്വേഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ, ഡെൽനെറ്റ് വർക്ക് ചെയ്യുമ്പോൾ. ഡെൽനെറ്റ് യൂസർ നെയിം പാസ്വേഡൊക്കെ ഉണ്ട്. ഒന്ന് ശ്രമിച്ച് നോക്കാം. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വർക്ക് ചെയ്യുമെന്ന് പറയണമല്ലോ. യൂസർ നെയിം പാസ്വേഡ്
പൊതുവെ അങ്ങനെയൊന്നും തരാറ് യൂസർ നെയിം പാസ്വേഡ് ഒന്നും കൊടുക്കാറില്ലല്ലോ. കൊടുക്കാന്ന് വെച്ചാൽ അതിനുള്ള രീതിയിലൊന്നും സെറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഡെൽനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. വിദ്യാ കോളേജിലത്തെ ലൈബ്രറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പലതവണ. അപ്പോൾ ആൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇതിൽ ശ്രദ്ധിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരുടെ ജോലി എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ. ലൈബ്രറി ഇന്നത്തെ കാലത്ത് ആർക്കും വേണ്ടാത്തൊരു സാധനം ലൈബ്രറി. കാരണം എല്ലാവരും ഓൺലൈൻ ആയതുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ നിന്നെങ്കിലൊക്കെ ആയിട്ട് കിട്ടും അവർക്ക്, PDF ഒക്കെ ആയിട്ട്. അപ്പോൾ ബുക്കൊന്നും എടുക്കാറില്ല പലരും. അപ്പോൾ ഇതിലിപ്പോൾ കുറേ സൗകര്യങ്ങളായാലും നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുന്നത് കുറവായിരിക്കും കേട്ടോ, സാധ്യത കുറവായിരിക്കും. ഇപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഉണ്ട് കുറേ കാര്യങ്ങൾ. നമുക്കിപ്പോൾ വേണ്ടത് എന്താണ്, ഈ ബുക്സ്. ഇതിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ടല്ലോ. കുറേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ, ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെ സാധ്യത കുറവാണ് എനിക്ക് തോന്നണം. കണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് മൈസൂർ. എന്തിനപ്പോൾ എനിക്ക് മൈസൂരിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് കാര്യം. ക്വസ്റ്റ്യൻ പേപ്പർ എന്തത്, സബ്ജക്ട്സ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കാ. ഇത് വേറെ എന്തോ സംഭവിക്കുകയാണത്. ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ശർമ്മയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എലമെൻറ്റ്സ് ഓഫ് മെട്രിക്കൽ ഡിറ്റർമിനേഷൻ. ലോൺ ചോദിക്കുകയാണ്, ഈ IAL പാസ്വേഡ് എന്തൊക്കെയോ വേറെ സാധനമാണ്. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല അവിടേക്ക് പോയിട്ട്. എനിക്ക് വേണ്ടത് എന്താണ്, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് ഉപകാരമുള്ള കാര്യം പറഞ്ഞുതരാം. KTU പ്രീവിയസ് നമ്മളുള്ളതുപോലെ പറയണ്ടേ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരിക ആരാന്നറിയോ, ഇതാണ് വരിക. ദിസ് വൺ ചോദി കോളേജ് എന്നാണ് എൻ്റെ ഓർമ്മ. GEC കണ്ട, JEC ചോദി കോളേജ്. കോളേജ് നല്ല പേര്. DSpace, അവരുടെ DSpaceൽ ഒരു വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്ത് വയ്യ. അവരറിഞ്ഞിട്ട് ചെയ്യണോ അറിയാണ്ട് സംഭവിക്കണോ എനിക്കറിയില്ല. ഇത് ഓപ്പണായി വരുന്നത് മറ്റുള്ളവർക്ക് ഓപ്പൺ ടു ഓളാണത്, അല്ലാണ്ട് അവിടുത്തെ കുട്ടികൾക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഇതിൽ നോക്കാം. ഫോർ എക്സാമ്പിൾ അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. കണ്ടില്ലേ, 2009 ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വൃത്തിക്ക് കൊടുക്കുന്നു കഴിഞ്ഞാൽ വൃത്തിക്ക് വന്നതന്നെയില്ല എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. പിന്നെ DSpace നല്ല വൃത്തിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. DSpace എന്നുള്ളൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതിൽ കോൺഫിഗർ ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടി. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാമിൻ്റെ വരെ ക്വസ്റ്റ്യൻ പേപ്പർ അതിലിട്ടിട്ടുണ്ടാവും അവർ. അപ്പം അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ബൈ കളക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം. കളക്ഷൻസ് ഇത് വേറൊരു സെക്ഷനായിട്ട് തന്നെ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക്. കാരണം ഇത് ലൈബ്രറി ഇതിലുള്ള വെബ്സൈറ്റ് എങ്ങനെ എടുക്കാൻ പ്രത്യേകിച്ച് തന്നെ അറിയാനൊന്നുമില്ല. എന്നാലും ഇത് ലോഡാവാൻ സമയം എടുക്കണ്ടല്ലോ, വേണ്ട. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുള്ള ബ്രാഞ്ച് വന്നല്ലോ, കമ്മ്യൂണിറ്റി ഓർ കളക്ഷൻ. അതിന് കണ്ട, അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് S1 അടിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് വരും. കണ്ടോ, അതിൽ 2025 6/19 കണ്ട, കഴിഞ്ഞ കൊല്ലത്തെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ കിടക്കുന്നുണ്ടല്ലോ, വൃത്തിക്ക് വരും. അപ്പോൾ അതൊരു ഇങ്ങനെ കിട്ടും നമുക്ക്. ഒരു പ്രശ്നമല്ല, ഒരു സീൽ അവർ വെച്ചിട്ടുണ്ടായിരിക്കും ജ്യോതി കോളേജിൻ്റെ. അപ്പോൾ ഞാൻ പണ്ട് പല കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്യുമ്പോൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്യുമ്പോൾ KTU സൈറ്റ് പോലും തരാറില്ല. KTUവിൻ്റെ ഒറിജിനൽ സൈറ്റിൽ, യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പർ മര്യാദയ്ക്ക് വൃത്തിക്ക് വെച്ചിട്ടില്ല. എന്നാൽ ഈ സൈറ്റ്, ഈ കോളേജുകാർ അത് അപ്രീഷിയേറ്റ് ചെയ്ത് വയ്യ. വെരി വെൽ ഡൺ. കണ്ട, അപ്പോൾ ഈ സംഭവം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെങ്കിൽ അപ്പോൾ സ്റ്റുഡൻസ് എവിടേക്ക് പോകണം, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ DSpace. അങ്ങനെ പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മളോട് സെർച്ച് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരെയൊക്കെ KTU നോട്ട്സ് അല്ലെങ്കിൽ KTU സ്റ്റുഡൻസ്.in അങ്ങനത്തെ സൈറ്റുകളിലൊക്കെയാണ് ഫസ്റ്റ് ലിങ്കിൽ സെർച്ച് വരിക, ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. രണ്ടാമതായിട്ട് വരും 1 or 2 വരുന്നതാണ് ഇത് പറയണത്. കണ്ട, ഈ IP അഡ്രസ്സിൽ അവർ പബ്ലിക് IP അഡ്രസ്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചെങ്ങന്നൂരുകാരും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ട, ചെങ്ങന്നൂർ കോളേജ് CEC ഓൺലൈൻ. ഇത് ഏത് കോളേജാണ്?
ഇവർ വെച്ചിട്ടുണ്ടാവും ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ആയിരിക്കും മിക്കവാറും. ഓ വെൽ ഡൺ. അതായാലും മതി. നമ്മൾ ഡി സ്പേസ് സോഫ്റ്റ്വെയർ ഒന്നും വേണമെന്നില്ല, നമുക്കിത് എവിടെയെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. ഇപ്പോൾ S1 S2 ഇപ്പോൾ S2ൻ്റെ സോഫ്റ്റ്വെയർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉണ്ടോ ഇവിടെ ഉണ്ട്. ഒരു ഫോൾഡറിൽ ഇട്ടിട്ട് ലിങ്ക് ഇട്ട് വെച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ മെയ് 2025 നടന്ന എക്സാം മാത്സിൻ്റെ, അങ്ങനെ 2019 ഉണ്ടോ അതും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓ യെസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് S6 വേണം നോക്കിയാൽ. S6 ഇപ്പോൾ S6 റണ്ണിങ് ആണ് മെക്കാനിക്കൽ. ഇതിപ്പോൾ AG AO CC CET സിവിൽ, പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. CST കമ്പ്യൂട്ടർ സയൻസ് അല്ലേ, മെക്കാനിക്കൽ. അവിടെ എത്രയധികം ബ്രാഞ്ച് ഉണ്ടോ? ഈ ട്രിപ്പിൾ ഉണ്ടാവുമല്ലോ. MET 306 എന്ന് പറയുന്നത് 302 ഡോമാണെന്ന് എൻ്റെ ഓർമ്മ. S6 ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി. HMT ആണ് രണ്ടാമത്തെ ഡോമല്ല, ഒന്നാമത്തെ HMT. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലേ, ഏപ്രിൽ 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. അപ്പോൾ അതൊരു നല്ല സംഭവമാണ്. മൊത്തം ഡൗൺലോഡ് ചെയ്ത് പണി വയ്ക്കാം. നമുക്ക് നല്ലൊരു ഇതായിട്ടുണ്ട്, അനുഭവമായിട്ടുണ്ട്. MCA ഉണ്ട്. 2024 സ്കീമിൻ്റെ 2 സെമ്മ് കഴിഞ്ഞു. പക്ഷേ അവർ S3 പരീക്ഷ കഴിഞ്ഞതാണല്ലോ, റിസൾട്ട് വന്നു. അവർ S4 ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ S3 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി വേണമായിരുന്നു ശരിക്കും. ഇപ്പോൾ S3 ഇല്ല. പക്ഷെ 2019 സ്കീമിൻ്റെ S6 എല്ലാം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ ഓട്ടോമൊബൈൽ തൊട്ട് ABCD AO എന്നൊക്കെ പറയുന്ന സാധനം അതൊക്കെ ഒരു കോളേജിൽ ഉണ്ടാവും. ആ കോളേജിൽ AOT സകലമായ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. 2025 ഏപ്രിൽ വരെ ഉള്ളതുണ്ട്. എന്ന് അപ്ലോഡ് ചെയ്ത ഒരു ഡേറ്റ് മോഡിഫൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 2025 ജൂണിലാണ് അത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫോൾഡർ. അപ്പോൾ ഈ കോളേജിൻ്റെ പേരെന്താണ്? ചെങ്ങന്നൂർ എന്നുള്ള കോളേജ്, ചെങ്ങന്നൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഉണ്ടാകും. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. KTU ഓക്കെ, അത് KTUവിൻ്റെ അതേപോലെ KTUവിലേക്കുള്ള ലിങ്കാണല്ലേ അത്. ഓക്കെ, ഹോം എബൌട്ട് അസ്. ഇത് ഗവൺമെൻറ് കോളേജാണോ? ആയിരിക്കും. ഗവൺമെൻറ് ആയിരിക്കും. ഇതേ ആളുടെ ഫോട്ടോ കണ്ടില്ല, ആൾക്കാർ നോക്കൂ. ഇതെവിടെ ഒരു മന്ത്രിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഗവൺമെൻറ്റാണ് തോന്നുന്നത്. ചെങ്ങന്നൂർ കോളേജ് എബൌട്ട് അസ് നോക്കി ഞാൻ പറഞ്ഞൂടെ. എബൌട്ട് ഇതെന്ത് IHRD അതാണ്. IHRD കോളേജാണ്. എന്തായാലും ഇതിൽ ഭാഗ്യത്തിന് നമുക്ക് ആവശ്യമുള്ളൊരു സാധനം ഉണ്ട് ഇതിൽ. എന്താണ് സ്കീം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അവിടെ പോയി ഇത് ഇവിടെ നിന്നല്ല എടുക്കുക. ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ അക്കാഡമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നോ ഇല്ലല്ലോ, നേരത്തെ നമുക്ക് കിട്ടിയത് ലിങ്ക് സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ്സിൽ സിലബസ് എവിടെയായിരുന്നു? സിലബസ് ഇതെന്താണത്? // വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ലോഡാകുമോ? എനിക്ക് സംശയം. // വന്നാൽ ലോഡാവാൻ സാധ്യത കുറവാണ്. ലിങ്ക് കറക്റ്റ് അല്ല വെച്ചിട്ടുള്ള. // പാടുള്ളൂ. // വരുന്നില്ല. പോട്ടെ. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? പറഞ്ഞു വന്നത് വിദ്യ കോളേജിൻ്റെയാണ് നമ്മൾ നോക്കിയത്. വിദ്യ കോളേജൊക്കെ എൻ്റെ എവിടെ പോയി? വിദ്യ കോളേജിൻ്റെയൊക്കെ വിദ്യ കോളേജ് അതത്ര മതി, കഴിഞ്ഞില്ലേ?